പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹം ലഭിച്ചതിന് കർത്താവിൻ്റെ മുൻപിൽ സാക്ഷ്യം പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അത് സാക്ഷ്യം പറയുന്ന ആൾക്ക് വലിയ സന്തോഷം നൽകുന്നു. സാക്ഷ്യം കേൾക്കുന്ന ആൾക്ക് അതിനേക്കാളും വലിയ സന്തോഷം. കാരണം ഒത്തിരി ആൾക്കാർ ഈ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് അത് സന്തോഷം നൽകുന്നതാണ്. പക്ഷേ അത് ദൈവത്തിന്, സ്വർഗത്തിന് ദുഃഖം ഉളവാക്കുന്നതായിട്ട് മാറരുത്. വിശുദ്ധ ഗ്രന്ഥത്തെ മുറിപ്പെടുത്തുന്നതായിരിക്കരുത്. വിശ്വാസികളുടെ വിശ്വാസത്തെ മുറിപ്പെടുത്തുന്നതായിരിക്കരുത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെയായിരിക്കും ഈ സാക്ഷ്യം പറയുന്നതിലൂടെ ദൈവത്തിന്, അല്ലെ വിശ്വാസികൾക്ക് ഇത് ദുഃഖം ഉളവാക്കുന്നതിന് കാരണമാകുന്നത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അനേകർ കർത്താവിനെ സാക്ഷ്യപ്പെടുന്ന വീഡിയോകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സാക്ഷ്യങ്ങൾ കൃപാസനത്തിൽ നിന്നുള്ള സാക്ഷ്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് കുറച്ച് വേദന തോന്നി. എന്താണെന്നറിയാമോ, നമ്മൾ ആ സാക്ഷ്യങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നു, സാക്ഷ്യം പറയുന്നു. സാക്ഷ്യം പറയുമ്പോൾ അവരാദ്യം പറയുന്ന 1-2 വാക്യങ്ങളുണ്ട്. അതാണ് ദൈവത്തെയും വിശ്വാസികളെയും മുറിപ്പെടുന്ന വാക്യങ്ങൾ. അതെന്താണെന്നറിയാമോ, അവർ അൾത്താരയുടെ ഭാഗത്തേക്ക് ആദ്യം കയറി വന്നിട്ട് പറയുന്ന വാക്യം ഇതാണ്: ഈ സാക്ഷ്യം പറയാനായിട്ട് ഇടവരുത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അല്ലെ, വന്ന് കയറിയ പാട് അവർ പറയും, ആദ്യമായിട്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി എന്ന് പറയും. സാക്ഷ്യപ്പെടുത്തുന്ന നല്ലതാണ്. പക്ഷേ അത് കർത്താവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള സാക്ഷ്യമായിരിക്കണം. ദൈവത്തിന്, ഈശോയ്ക്ക് 90% മഹത്വമല്ല, 100% മഹത്വവും കൊടുത്തിരിക്കണം ഒരു സാക്ഷ്യത്തിൽ. അപ്പോൾ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു തെറ്റുണ്ട്. ഈശോയും പരിശുദ്ധ അമ്മയും കൊണ്ട് ഒരേ തട്ടിൽ കൊണ്ട് വെക്കാനായിട്ട് പാടില്ല. മനസ്സിലാക്കുക, കർത്താവാണ് ഈ അനുഗ്രഹം മുഴുവൻ അവർക്ക് കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയുടെ മുൻപിൽ മധ്യസ്ഥം വഹിക്കുന്ന മാത്രമേ ഉള്ളൂ. കാനായിലെ വിവാഹ വിരുന്നിൽ നമ്മൾ കാണുന്നതല്ലേ, അവൻ പറയുന്നത് ചെയ്യുവൻ എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചെയ്തത് മുഴുവൻ കർത്താവാണ്, ചെയ്യുന്നത് മുഴുവൻ കർത്താവാണ്, ചെയ്യാൻ പോകുന്നതും കർത്താവാണ്. അപ്പോൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ഇവിടെ ഈശോയുടെ നാമത്തിന് മുകളിൽ കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ഥാനം കൊടുത്തുപോയി. അത് തെറ്റാണ്. അപ്പോൾ അവിടെ ഈശോയ്ക്ക്, കർത്താവിന് 100% മഹത്വം നഷ്ടപ്പെടുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിച്ചോ, അതായത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. അപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് 2ാം സ്ഥാനമായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഈശോയുടെ പേര് ആദ്യം വന്നിട്ടുണ്ട്. അതും നല്ലതല്ല. കാരണം ഈശോയും പരിശുദ്ധ അമ്മയും ഒരേ തട്ടിൽ കൊണ്ട് വെക്കരുത്. ഇപ്പോൾ ഒരു അനുഗ്രഹം കിട്ടുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെയാണെങ്കിൽ അതിന് ഇങ്ങനെ പറയണം. അതായത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി, എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി, പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചതിന് 1000 നന്ദി, അമ്മ മാതാവിന് നന്ദി. ഇങ്ങനെ വേണം പറയാനായിട്ട്. മധ്യസ്ഥം വഹിച്ച, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയ്ക്കാണ് നന്ദി പറയുന്നത്. അതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ക്രെഡിറ്റ് 100% കർത്താവിന് കൊടുക്കണം. മധ്യസ്ഥം വഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയണം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, അയ്യോ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി വിഷമാകിയല്ലേ, അമ്മയ്ക്ക് സങ്കടമാകിയല്ലേ, അമ്മ മാതാവിന് ഭയങ്കര സങ്കടമാകിയല്ലേ? പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിന് സങ്കടമല്ല, അമ്മ മാതാവിന് സന്തോഷം ഉണ്ടാകുക. അമ്മ മാതാവിന് പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴാണ് സങ്കടം ഉണ്ടാകുന്നതെന്ന് അറിയാമോ? അത് പ്രകാരമാണ്, ഈശോയുടെ പേരിന് മുമ്പ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സങ്കടം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ നാമത്തിനും പരിശുദ്ധ അമ്മയുടെ നാമത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അവിടെ അമ്മ വേദനിക്കുന്നത്. ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ അമ്മ സ്വർഗത്തിൽ സന്തോഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ കർത്താവിനെ ഏറ്റു പറയാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും ഒരു വിശുദ്ധർക്കോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്കോ വിശ്വസ്യ പിതാവിനോ ഒരാൾക്കും കൊടുക്കാനായിട്ട് പാടില്ല. അത് കർത്താവിന് മാത്രമുള്ളതാണ്. കർത്താവിൻ്റെ നാമം കർത്താവിനുള്ളതാണ്. ആ മഹത്വം മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് കർക്കശമായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 8-ാം തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കി. വചനം പറയുന്നു, ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകിയിട്ടില്ല. വചനം വളരെ വ്യക്തമായിട്ട് പറയാ. പഴയ നിയമത്തിലെ ഒരു ശ്രേഷ്ഠന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു പങ്ക് കൊടുത്തിട്ടില്ല. പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരാൾക്കും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു പങ്ക് പോലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ മനോഹരമായ ഒരു വചനം
അപ്പസ്തോല പ്രവർത്തനത്തിലെ 4-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലുണ്ട്. അവിടെ ജനം അപ്പസ്തോലന്മാരിലൂടെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവരുടെ മനോഭാവം എന്താ? അവരുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. ആ വാക്കിൽ അവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ, അത്ഭുതം കണ്ട് ആ അത്ഭുതത്തെ പ്രകടിപ്പിക്കുമ്പോൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. അവർ കറക്റ്റാണ് പറയുന്നത്. അപ്പസ്തോലന്മാർക്ക് ഒരു കടുക് മണിയുടെ മഹത്വം പോലും അവർ കൊടുക്കുന്നില്ല. ആ വചനം ഇപ്രകാരമാണ്. അത്ഭുതം കണ്ടുകഴിഞ്ഞപ്പോൾ ജനം പറയുകയാണ്, എന്തെന്നാൽ അവിടെ ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ ഇവർ അപ്പസ്തോലന്മാരുടെ കൈവെപ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും കണ്ടു കഴിഞ്ഞപ്പോൾ ആ അപ്പസ്തോലന്മാരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇവരവിടെ നിശബ്ദമായിരുന്നിട്ട് കർത്താവിനോട് നന്ദിയൊന്നുമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരവിടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ല. ഇവരവിടെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ല. ഇവർ ചെയ്തെന്താണെന്നറിയാമോ? അവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതാണ് സാക്ഷ്യം. കർത്താവിനെ സ്തുതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് പ്രോപ്പറായിട്ടുള്ള ഒരു മഹത്വം കൊടുത്തുവെന്നാണ് അതിനർത്ഥം. നമ്മുടെ ജീവിതത്തിലെ വലിയ കരുണ കാണിച്ച കർത്താവിനാണ് മഹത്വം കൊടുക്കേണ്ടത്, ധ്യാന ഗുരുക്കന്മാർക്കല്ല, ധ്യാന കേന്ദ്രത്തിനല്ല. ഏതൊക്കെ ധ്യാന ഗുരുക്കന്മാർ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ അവരൊന്നും അധികം കാലം ശുശ്രൂഷയിൽ നിലനിന്നിട്ടില്ല. നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാനായിട്ട് എപ്പോഴും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥന് നന്ദി പറഞ്ഞുകൊള്ളുക. മഹത്വം 100% കർത്താവിന് തന്നെ ആയിരിക്കണം. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കത്തോലിക്കർ കേൾക്കുമ്പോൾ ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ടാവും, അച്ഛാ ഞങ്ങൾക്കിതൊക്കെ അറിയാവുന്നതാണ്, ഞങ്ങളിതൊക്കെ വേദപാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അച്ഛന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലോ, ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, കൃപാസനം പോലെയുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങൾ. ഇവിടെ ക്രിസ്ത്യാനികളോ കത്തോലിക്കരോ മാത്രമല്ല വന്നു പോകുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബേസിക് കാറ്റഗിസം പോലും കിട്ടാത്ത അനേകം അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരും ഇവിടങ്ങളിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ഒരു വിശ്വാസ പരിശീലനം പോലും കിട്ടാത്ത, വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് അറിയാത്ത, വിശ്വാസത്തെക്കുറിച്ച് അറിയാത്ത, സഭയെക്കുറിച്ച് അറിയാത്ത എത്രയോ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സെൻറ്ററുകളിലൊക്കെ വന്നു പോകുന്നുണ്ടെന്നറിയാമോ? അപ്പോൾ ഇവരിത് കേട്ട് കഴിയുമ്പോൾ ഇവരെന്താ ചിന്തിക്കുന്നത്? ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കും, സാക്ഷി എങ്ങനെയാണല്ലോ കേൾക്കുന്നത്, അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ആദ്യം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അമ്മ മാതാവിനെ കുറിച്ചാണ്, ഈശോയെക്കുറിച്ചല്ല, കർത്താവിനെ കുറിച്ചല്ല. അപ്പോൾ ഒരു വിശ്വാസ പരിശീലനവും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിത്തറയും ഇല്ലാത്ത ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു തോന്നലുണ്ടാകും, ഈ പരിശുദ്ധ അമ്മയാണ് ഈ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ ഇവർ കേൾക്കുമ്പോൾ ഈശോയേക്കാൾ വലിയ പ്രാധാന്യം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അവർ പ്രേരിതരാകുകയാണ്. ഇങ്ങനെ ഒരു തെറ്റ് അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ ഓർക്കുക, ഈ തെറ്റിന് കാരണക്കാരായത് നമ്മൾ മാത്രമാണ്. നമ്മൾ വലിയൊരു ദുർമാതൃകയാണ് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ 1-ാം പ്രമാണം ലംഘിക്കുന്നതിന് തുല്യമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് തെറ്റ് പറ്റാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് മാർപ്പാപ്പ പറഞ്ഞെങ്ങനെയാണ്, പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാ പാരമ്പര്യത്തിലും അടിയുറച്ചതായിരിക്കണം. അവളുടെ പങ്ക് ക്രിസ്തുവിന്റെ രക്ഷാപ്രവർത്തനത്തോട് സമമാക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കരുത്. നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് പറയാനായിട്ട് പാടില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്നെ രക്ഷപ്പെടുത്തുന്നു, അല്ലെ ദൈവം നിന്നെ രക്ഷിച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ രക്ഷിക്കപ്പെടുന്ന പ്രവൃത്തിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല. പക്ഷേ ഈ രക്ഷ, ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാനായിട്ട് പരിശുദ്ധ അമ്മ ശക്തമായിട്ട് മധ്യസ്ഥം വഹിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ വളരെ ശക്തമായ ഒരു മധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മയുടേത്. ദൈവത്തിന് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത അതിശക്തമായിട്ടുള്ള ഒരു മധ്യസ്ഥം തന്നെയാണ് പരിശുദ്ധ അമ്മയുടേത്. അത്ര വലിയൊരു സ്ഥാനം ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലോകത്ത് അനേകം അത്ഭുതങ്ങൾ നടക്കുന്നത്, അനേകം അടയാളങ്ങൾ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കർത്താവിന് മാത്രം, ഈശോയ്ക്ക് മാത്രം മുഴുവൻ മഹത്വം കൊടുക്കുന്നതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതാണ് നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലം. ഇങ്ങനെയുള്ള ബോധ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞ് ജീവിതം കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് മാറ്റിവെക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്കൊരു ആശീർവാദവും സ്വീകരിക്കാം.